വെൽക്കം ടു എക്സാം വൈ ലേണിംഗ്. മക്കളെ, നമ്മളെ USSന് കുറഞ്ഞ ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. എല്ലാവരും പഠനവും കാര്യങ്ങളൊക്കെ അതിൻ്റെതായിട്ടുള്ള വഴിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് USSന് വേണ്ട എല്ലാ കാര്യങ്ങളുമായിട്ട് എക്സാം വൈയുടെ USS ചാനൽ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിൽ വരുന്ന ഓരോ വീഡിയോസും അതേപോലെ തന്നെ 1 മിനിറ്റ് 1 മാർക്ക് പോലെയുള്ള ഷോർട്സുകളൊക്കെ എന്ത് ചെയ്യുക, നന്നായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടാകും. കൂടുതൽ എന്ത് ചെയ്യുക, അതിൽ കൂടുതൽ നമ്മൾ കാണുകയും വീഡിയോസ് കാണുകയും അതെന്ത് ചെയ്യണം, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും വേണം. അപ്പോൾ നമ്മൾ ആരെങ്കിലും ഈ പറഞ്ഞ USSൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട് എക്സാം വൈ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു USS സ്പെഷ്യൽ കമ്മ്യൂണിറ്റി തന്നെ, വാട്സാപ്പ് കമ്മ്യൂണിറ്റി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ താഴെയുണ്ട്. അതിലെന്ത് ചെയ്യുക, ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ദിവസത്തെയും അപ്ഡേഷനുകളും അതേപോലെയുള്ള ഓരോ ദിവസം ഡെയിലി ക്വിസ് അതേപോലെ മോക്ക് ടെസ്റ്റ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഈ വാട്സാപ്പ് കമ്മ്യൂണിറ്റി ത്രൂ ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്, പ്ലീസ് ജോയിൻ. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ ആസിഡ്സ് ആൻഡ് ആൽക്കലീസ് എന്നുള്ള ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. കാരണം ഈ ചാപ്റ്റർ USSന് സ്ഥിരമായിട്ട് നമ്മുടെ ബേസിക് സയൻസിൽ വരുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനും ഇതിലൂടെ സാധിക്കും. അപ്പോൾ പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള പല ക്വസ്റ്റ്യനുകളും അതേപോലെ തന്നെ ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ചാപ്റ്റർ മൊത്തത്തിലൊന്നും ചെയ്യാൻ പോകണേ, നമ്മൾ 2 പാർട്ടുകളായിട്ട് പഠിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആദ്യത്തെ പാർട്ടിലുള്ള വീഡിയോസ് ആയിരിക്കും ഇത്. കംപ്ലീറ്റ് ആയിട്ട് വാച്ച് ചെയ്യുക, ആവശ്യമുള്ള പോയിന്റുകളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് എഴുതി നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കണ്ടോ നിങ്ങൾ, ഒരുപാട് ആസിഡുകളുടെയും അതേപോലെ തന്നെ ആൽക്കലികളുടെയും സ്വഭാവം കൊടുത്തിട്ടുണ്ട്. അതിൽ ആസിഡിൻ്റെ സ്വഭാവം മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം മലയാളം മീഡിയംകാർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട്, അതേപോലെ ഇംഗ്ലീഷ് മീഡിയംകാർക്ക് ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ട്. സെലക്ട് ദ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ്. ഓക്കെ, അപ്പോൾ ആസിഡിൻ്റെ പ്രോപ്പർട്ടി ഈ പറഞ്ഞവയിൽ ഏതാണെന്നുള്ളത് വീഡിയോ പോസ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കുക. ഓക്കെ, ഏതായിരിക്കും മക്കളെ വരിക? യെസ്, ആസിഡിന് ഏത് സ്വഭാവം ഉള്ളതാ? നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുക എന്നുള്ള സ്വഭാവമുണ്ട് അല്ലെ. ബ്ലൂ ലിറ്റ്മസിനെ എന്താക്കുന്നു, റെഡ് ആക്കുന്നു. റെഡ് ആക്കുക, റെഡ് ഡേഞ്ചർ അല്ലടാ, ആസിഡ് ഡേഞ്ചർ ആണ്. അപ്പൊ റെഡ് ആക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ എന്താണ്, ആസിഡിന്റെ സ്വഭാവമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത്, കാർബണേറ്റുകളുമായി പ്രവർത്തിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ഉണ്ടാക്കുന്നു. കാർബണേറ്റുകളുമായിട്ട് കാൽഷ്യം കാർബണേറ്റ് അല്ലെങ്കിൽ എന്താ പറയുക മഗ്നീഷ്യം കാർബണേറ്റ്, സോഡിയം ബൈകാർബണേറ്റ്, സോഡിയം കാർബണേറ്റ്, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ആരുണ്ടാക്കും മക്കളെ? ആസിഡുകൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് എന്താണ്, ആസിഡിന്റെ സ്വഭാവമാണ്. ഇനിയോ, ലിബറേറ്റ് ഹൈഡ്രജൻ ഓൺ റിയാക്ഷൻ വിത്ത് ഹൈലി റിയാക്റ്റീവ് മെറ്റൽ. സിങ്ക്, മഗ്നീഷ്യം, സോഡിയം പോലെയുള്ള മെറ്റലുകളുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാക്കും? ഹൈഡ്രജൻ വാതകത്തെ ഉണ്ടാക്കും. ഇത് നമുക്ക് 8ലും 9ലും 10ലൊക്കെ ഒരുപാട് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് കേട്ടോ. ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചോ. ഹൈസ്കൂളിൽ ഇഷ്ടം പോലെ നമുക്ക് എന്ത് ചെയ്യാണ്ട് ഉപയോഗിക്കാണ്ട്. ലോഹങ്ങളുമായി പ്രവർത്തിച്ച് ആസിഡ് ഹൈഡ്രജൻ വാതകം ഉണ്ടാക്കുന്നു. ഇനി പുളി രുചിയുണ്ട്. ആസിഡിന്റെ ടേസ്റ്റ് എന്താണ് മക്കളെ? അല്ലെ, സോർ ടേസ്റ്റ് ആണ് ഉള്ളത്. അപ്പൊ ഇത്രയും 4 പോയിന്റുകളാണ് ആസിഡിന്റെ സ്വഭാവമായിട്ടുള്ളത്. ബാക്കിയുള്ള 3 പോയിന്റുകൾ ആരുടെ സ്വഭാവമാടാ? ബേസുകളുടെ അല്ലെങ്കിൽ ആൽക്കലികളുടെ സ്വഭാവമാണ്. ഓക്കെ, അപ്പൊ ഞാനിപ്പോ പരീക്ഷയ്ക്ക് തന്നെ ഒന്നായിട്ട് ചോദിക്കൂല, ഏതെങ്കിലും 3-4 ചോദിക്കാം, എന്നിട്ട് അതിൽ ആസിഡിന്റെയോ ബേസിന്റെയോ ഒക്കെ സ്വഭാവം ചോദിക്കാം. റെഡി അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ആസിഡിന്റെ ആ സ്വഭാവങ്ങൾ ദാ ഞാനിവിടെ 4 കൊടുത്തിട്ടുണ്ട്, 3 കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബേസിന്റെയും അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്വഭാവം എന്ത് കൊടുത്തിട്ടുണ്ട് അല്ലെ. സോപ്പി ടച്ച് ആർക്കുള്ളത്? ബേസിനുള്ളത്. സോ ബേസിന്റെ ടേസ്റ്റ് എന്താ? ബിറ്റർ ടേസ്റ്റ് ആണുള്ളത് അല്ലെ. അതേപോലെ തന്നെ ആ സ്വഭാവങ്ങളൊക്കെ റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കുന്നത് ആരാ? അത് ബേസ് ആണ്. 2 കൂടി പഠിച്ചേക്കണ്ട, 1 മാത്രം പഠിച്ചേക്കുക. റെഡി? ഓക്കെ, ഇനി വിച്ച് ഗ്യാസ് ഈസ് ഫോംഡ് ഇൻ ദിസ് റിയാക്ഷൻ? അപ്പോൾ അതാ നമ്മൾ നേരത്തെ പഠിച്ചുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. സിങ്ക് മെറ്റൽ ഇവിടെ ഉണ്ട്, സിങ്ക് ലോഹമുണ്ട്, ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിച്ചാൽ എന്താണ് കിട്ടുക? ഇത് നമ്മളിപ്പോൾ 4 പറഞ്ഞിട്ടേ ഉള്ളൂ. യെസ്, ആൻസർ പറഞ്ഞിടാ. വേഗം പറ, കമന്റ് ചെയ്യും, വേഗം പറ. ഏതാണ് ഉണ്ടാവുക? ഹൈഡ്രജൻ ഗ്യാസ് അല്ലെ. കാരണം എന്തേ, ഒരു ആസിഡ്, സിങ്ക്, മഗ്നീഷ്യം, സോഡിയം പോലെയുള്ള ആസിഡ് മെറ്റലുകൾ ആസിഡുകളുമായി പ്രവർത്തിച്ചാൽ ഹൈഡ്രജൻ വാതകമാണ് എന്ത് ചെയ്യുക, ഉണ്ടാക്കുക. ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും നൈട്രജനും ഒന്നും അല്ല ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിക്കുക നിങ്ങൾ. ഇതൊക്കെ
5 ടെസ്റ്റ് ട്യൂബ് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ 5 ടെസ്റ്റ് ട്യൂബിലും ഞാൻ ഹൈഡ്രോക്ലോറിക് ആസിഡ് നിറച്ചിട്ടുണ്ട്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒരു ആസിഡ് അല്ലേ? ആ ആസിഡിലേക്ക് ഇവിടെ 5 ലോഹങ്ങൾ, മെറ്റലുകൾ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് അയേൺ ആണ്, Fe എന്ന് പറഞ്ഞാൽ അയേൺ. മഗ്നീഷ്യം ഉണ്ട്, കോപ്പർ ഉണ്ട്, ലെഡ് ഉണ്ട്, സിങ്ക് ഉണ്ട്. അപ്പൊ അതിൻ്റെയൊക്കെ കെമിക്കൽ സിമ്പലുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ നമുക്കറിയാം ഹൈഡ്രജൻ വാതകം ഉണ്ടാകും. ആ ഹൈഡ്രജൻ വാതകമാണ് ഇവിടെ ബബിൾസ് ആയിട്ട് മുകളിലേക്ക് പോണത്. നിങ്ങൾക്കറിയാം മഗ്നീഷ്യം പെട്ടെന്ന് രാസപ്രവർത്തനം നടക്കും, അതുകൊണ്ടാണ് കൂടുതൽ എയർ ബബിൾസ്, ഹൈഡ്രജൻ വാതകം അവിടെ ഉണ്ടാവുന്നത്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരാൾ മാത്രം അവിടെ ബബിൾസ് ഒന്നുമില്ല. അതാരാ മക്കളെ? അത് നമ്മുടെ കോപ്പറാണ്. പഠിച്ചു വെച്ചോ, കോപ്പർ എന്ത് ചെയ്യൂലടാ? ആസിഡുമായിട്ട് പ്രവർത്തിച്ച് ഹൈഡ്രജൻ വാതകം ഉണ്ടാക്കൂല. കോപ്പർ, സിൽവർ, ഗോൾഡ് ഇത് മൂന്നും എന്ത് ചെയ്യൂല? ഈ പറഞ്ഞ ആസിഡുകളുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ വാതകം ഉണ്ടാക്കൂല എന്നുള്ള പോയിന്റ് കൂടി എന്ത് ചെയ്യുക? നിങ്ങൾ ഈ കൂട്ടത്തിൽ ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ് കൂടി അത് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ പറഞ്ഞു കാർബണേറ്റുകളുമായി ആസിഡ് പ്രവർത്തിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കും. നോക്കിക്കേ, ബേക്കിംഗ് സോഡ ഉണ്ട്, വിനെഗർ ഉണ്ട്. ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞാൽ ആരാ? നമ്മളെ അപ്പക്കാരം, അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ എന്താ സാധനം? സോഡിയം ബൈകാർബണേറ്റ്. ഓക്കെ, സോഡിയം ബൈകാർബണേറ്റ്. ഇനി നമ്മളെ മുട്ടത്തോട്, ചോക്ക്, മാർബിൾ ഇതൊക്കെ എന്താ? കാൽസ്യം കാർബണേറ്റ് ആണ്. ഇത് ബൈകാർബണേറ്റ് ആണ് ബേക്കിംഗ് സോഡ. ഈ പറഞ്ഞ സാധനമൊക്കെ എന്താണ്? കാൽസ്യം കാർബണേറ്റ് ആണ്. അപ്പൊ കാർബണേറ്റോ ബൈകാർബണേറ്റോ എന്ത് ചെയ്തു? ആസിഡുമായി പ്രവർത്തിച്ചാൽ ഏത് ഗ്യാസ് ഉണ്ടാവും? ഈ പറഞ്ഞ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകും. നോക്കൂ നിങ്ങൾ, ബേക്കിംഗ് സോഡ, വിനെഗർ എന്ന് പറയുന്ന ആസിഡുമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇതിലൂടെ ഏത് ഗ്യാസ് പുറത്തു വരും മക്കളെ? കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആയിരിക്കും ഉണ്ടാവും. ഓക്കെ, യെസ്. എങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. മീഥൈൽ ഓറഞ്ച് ഈസ് ആഡഡ് ടു 2 unknown solution X and Y. യെസ്, അപ്പൊ നമ്മളെ X and Yയിലേക്ക് എന്ത്? എക്സും വൈയും 2 അൺനോൺ സൊല്യൂഷൻ ആണ്, പേരറിയാത്ത ലായനികളാണ്. അതിലേക്ക് മീഥൈൽ ഓറഞ്ച് നമുക്കറിയാം എന്താണ്? ഒരു ഇൻഡിക്കേറ്റർ ആണ്, സൂചകമാണ് അല്ലെ? ഇൻഡിക്കേറ്റർ എപ്പോഴാണ് ഉപയോഗിക്കുക? ആസിഡ് ആണോ ആൽക്കലി ആണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിൽ എക്സിന്റെ നിറം മാത്രം, എക്സ് എന്ന് പറയുന്ന ലായനി ചുവപ്പായി മാറി, വൈ എന്ന് പറയുന്ന ലായനി മഞ്ഞയായി മാറി. എങ്കിൽ എക്സും വൈയും ആരായിരിക്കുമെന്നാണ്. ഓപ്ഷൻ എ, എക്സ് അസിഡിക് ആണ്, വൈ ബേസിക് ആണ്. എക്സ് ബേസിക് ആണ്, വൈ അസിഡിക് ആണ്. രണ്ടുപേരും അസിഡിക് ആണ്, രണ്ടുപേരും ബേസിക് ആണ്. ഏതായിരിക്കും മക്കളെ ആൻസർ ഉണ്ടാവുക? അപ്പൊ ഇതറിയണമെങ്കിൽ എന്താ? നമുക്ക് മീഥൈൽ ഓറഞ്ച് ആസിഡിലും ബേസിലും ഏത് കളറാണ് ഉണ്ടാക്കാൻ തരണം. അപ്പൊ ഇതിൽ ആൻസർ ഏതാ വരും മക്കളെ? നോക്കാം നമുക്ക്. ഓരോ ഇൻഡിക്കേറ്ററും ഞാൻ ഇവിടെയൊക്കെ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. ആ ഇൻഡിക്കേറ്ററുകൾ അതിന്റെ ഒറിജിനൽ കളറും അത് ആസിഡിലും ബേസിലുമുള്ള കളർ നിങ്ങൾക്ക് പുറത്ത് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പൊ നമുക്കറിയാം ചുവപ്പ് ലിറ്റ്മസ് ആണെങ്കിൽ ഓൾറെഡി റെഡ് ആണ്, അയാൾ ആസിഡിൽ മുക്കി എന്ന് വിചാരിച്ചു കണ്ട് കളർ ചേഞ്ച് സംഭവിക്കുമോ? ഒന്നും സംഭവിക്കൂല, ഓൾറെഡി റെഡ് ആണ്, ആസിഡിനും റെഡ് ആണ്. ബ്ലൂ ലിറ്റ്മസ് ആണെങ്കിലോ ബേസിൽ ഓൾറെഡി ബ്ലൂ കളറാണ്, അത് ബേസിൽ വെച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവൂല? കളർ ചേഞ്ച് സംഭവിക്കൂല. എന്നാൽ ആസിഡിലാണെങ്കിലോ റെഡ് ഉണ്ടാകും. ഓക്കെ, ടർമറിക് അല്ലെ? ടർമറിക് നോക്കിക്കേ, യെല്ലോ കളറാണ് അതിന്റെ ഒറിജിനൽ, അഥവാ ആസിഡിൽ അയാൾ ഏത് കളറാ? യെല്ലോ കളറാണ്. ബേസിലോ റെഡിഷ് ബ്രൗൺ കളറാണ്. പിന്നെ ഫീനോഫ്തലിൻ നമുക്കറിയാം പ്രത്യേകിച്ച് കളറൊന്നും ഇല്ല, ആസിഡിലാണെങ്കിലും കളർ കാണിക്കൂല, ബേസിലാണെങ്കിൽ പിങ്ക് കളർ കാണിക്കും. മീഥൈൽ ഓറഞ്ച് അല്ലെ, അതാണ് നമ്മളിപ്പോ നേരെ പറഞ്ഞത് അല്ലെ? ആ മീഥൈൽ ഓറഞ്ച് ആസിഡിലാണെങ്കിൽ റെഡ്, ബേസിലാണെങ്കിൽ യെല്ലോ അല്ലെ? ആസിഡിൽ റെഡ്, ബേസിൽ യെല്ലോ. നോക്കിക്കേ, എക്സ് എന്തായി മാറി? ഈ പറഞ്ഞ എക്സിന്റെ നിറം ചുവപ്പായി. എടാ ചുവപ്പളായത് എക്സ് എന്താണ്? ആസിഡ് ആണ്. ഇനിയോ വൈ മഞ്ഞ കളറായി മാറി എന്നാണ്. വൈ ഏതാണ് അല്ലെ? വൈ ഏതാ? ബേസിൽ യെല്ലോ കളറാണ് കാണിക്കുക. അപ്പൊ വൈ എന്താണ്? ബേസ് ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരിക. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനുകളൊക്കെ എന്ത് ചെയ്യാൻ പറ്റണം? നമുക്ക് ചെയ്യാൻ സാധിക്കേണ്ടതുണ്ട്. റെഡി? യെസ്. അപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞ ലിറ്റ്മസുമായിട്ട് അല്ലെങ്കിൽ ഇൻഡിക്കേറ്ററുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ഇത് ക്വസ്റ്റ്യൻ ഫുള്ളായിട്ടൊന്ന് വായിച്ച് ഇതിന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ വീഡിയോക്ക് താഴെ കമന്റ് ആയിട്ട് ഇടണം. നോക്കിക്കേ, നിങ്ങൾ ഇവിടെ 2 ലിക്വിഡുകൾ, ക്വസ്റ്റ്യൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. 2 ലിക്വിഡുകൾ ഉണ്ട്. അത് എന്ത് ചെയ്തു? നീല ലിറ്റ്മസ് പേപ്പർ മുക്കിയപ്പോൾ ഉണ്ടായ അതിന്റെ നിറം എന്താണ്? നീല ലിറ്റ്മസ് പേപ്പർ മുക്കിയപ്പോൾ ലിക്വിഡ് 1 എന്തായി? ചുവപ്പായി. ലിക്വിഡ് 2 എന്തായി?
നീല തന്നെയായി എങ്കിൽ ഈ പറഞ്ഞ ലിക്വിഡ് 1ഉം ലിക്വിഡ് 2ഉം ഏത് സ്വഭാവമായിരിക്കും? അസിഡിക് ആണോ, ബേസിക് ആണോ, അതല്ല നിർവീര്യ ലായനിയാണോ എന്നൊക്കെ എന്ത് ചെയ്യണം? ഇത് വെച്ചുകൊണ്ട് നമുക്കിവിടെ പറയണം. 4 ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വീഡിയോ പോസ്റ്റ് ചെയ്യുക, ക്വസ്റ്റ്യൻ ഫുള്ളായിട്ട് ഒന്നും കൂടി വായിക്കുക. ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ട് വരിക എന്നുള്ളത് വീഡിയോക്ക് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് രസകരമായിട്ടുള്ള ചോദ്യങ്ങൾ ഇനിയും നമുക്ക് എന്ത് ചെയ്യണം? ചെയ്യേണ്ടതുണ്ട്. ഈ ആസിഡ് ആൻഡ് ബേസിന്റെ അടുത്തൊരു പാർട്ട് എന്ത് ചെയ്യുക? നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നമ്മളെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യാം? നിങ്ങൾ ഷെയർ ചെയ്യാം. ഓക്കെ, ബൈ.